ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒരുമിച്ചാണ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്സിൻ്റേത്. അത് കാണാത്തവർ STD4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കുക, നിങ്ങൾക്കപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ക്വസ്റ്റ്യൻ എ. വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? അബാക്കസിൽ കാണിച്ചിരിക്കുന്ന അബാക്കസിലെ സംഖ്യ എന്താണ്? പ്രവർത്തനം 1, അബാക്കസിലെ സംഖ്യ എന്താണ് മക്കളെ? നോക്കൂ, വൺസിൻ്റെ പ്ലേസിൽ 9 ബീഡ്സ് ഉണ്ട്. എണ്ണി നോക്കുക, എത്ര മുത്തുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക. വൺസിൻ്റെ പ്ലേസിൽ 1 2 3 4 5 6 7 8 9 അല്ലേ. ടെൻസിൻ്റെ പ്ലേസിൽ അതുപോലെ 9 ഉണ്ട്. 100ൻ്റെ പ്ലേസിലും 9 ഉണ്ട്. 1000ൻ്റെ പ്ലേസിൽ 9 ഒന്നുമില്ല അല്ലേ. 0 ബീഡ്സ് ആണ്, ഒരു ബീഡ് പോലും ഇല്ല. അപ്പോൾ 9 9 9 സംഖ്യ എന്താണ്? 999, 999 അല്ലേ. എത്രയാണ്? ഒറ്റയുടെ സ്ഥാനത്തും 10ൻ്റെ സ്ഥാനത്തും 100ൻ്റെ സ്ഥാനത്തും ഉള്ള മുത്തുകൾ 9 വീതമാണ്. അപ്പോൾ 999 സംഖ്യ. ഇതിലെ ബി ചോദ്യം, ഷോ 1000 ഇൻ ദ അബാക്കസ്. 1000 എന്ന സംഖ്യ അബാക്കസിൽ എങ്ങനെ കാണിക്കാം മക്കളെ? വളരെ സിമ്പിളാണ്. 1000ൻ്റെ സ്ഥാനത്ത് ഒരു മുട്ടിട്ട് കൊടുക്കുക. 1000ൻ്റെ പ്ലേസിൽ ഒരു ബീഡ് ഇട്ട് കൊടുത്താൽ ഇത് വായിക്കൽ 1000 എന്നാണ്. Activity 2, in the number 6315, the value of the digit 6 is 6000. 6315 അല്ലെങ്കിൽ 6315 എന്നുള്ള നമ്പറിൽ എന്ന സംഖ്യയിൽ 6ൻ്റെ അല്ലെങ്കിൽ 6ൻ്റെ സ്ഥാനത്തെ ഡിജിറ്റിൻ്റെ വാല്യൂ എന്താണ്? 6000 ആണല്ലേ. അതായത് 6 വരുന്നത് 1000ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 6 × 1000 = 6000 ആണ് അതിൻ്റെ വാല്യൂ. ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3. താഴെ നമുക്ക് 4 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 സംഖ്യകളിൽ നമ്മൾ 3 എന്ന അക്കത്തിൻ്റെ വില കണ്ടുപിടിക്കണം. ആദ്യത്തെ സംഖ്യ എന്താണ്? 8573, മലയാളത്തിൽ 8573 അല്ലേ. അപ്പോൾ ഇവിടെ 3 വരുന്നത് എവിടെയാണ്? നോക്കൂ മക്കളെ, നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? പ്ലേസ് വരുന്നത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് ആണ്. അപ്പോൾ ഇതിൽ 3 എവിടെയാണ് വന്നിരിക്കുന്നത്? ഏറ്റവും അറ്റത്തുള്ള സംഖ്യയാണ്, അതായത് വൺസ് ആണ്. വൺസിൻ്റെ പ്ലേസാണ് 3 വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സംഖ്യ 7835 ആണ്. 7835ൽ 3 എവിടെ വന്നിരിക്കുന്നത് നോക്കൂ? ടെൻസിൻ്റെ പ്ലേസിലാണ്, 10ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ എന്താണ്? 3 × 10 അല്ലെങ്കിൽ 3 × 10 = 30 സംഖ്യ വന്നിരിക്കുന്നത്. മൂന്നാമത്തെ നമ്പർ വന്നിരിക്കുന്നത് 3578 ആണ്. അപ്പോൾ ഇവിടെ 3 വന്നിരിക്കുന്നത് എവിടെയാണ് നോക്കൂ? ഫസ്റ്റ് ആണല്ലേ. ഫസ്റ്റ് ഏത് പ്ലേസാണ് അത് വന്നിരിക്കുന്നത്? 1000ൻ്റെ പ്ലേസിലാണെങ്കിൽ, അല്ലെങ്കിൽ 1000ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? വില എന്താണ് വരുന്നത്? 3 × 1000, 3000 ആണ്, അല്ലെങ്കിൽ 3 × 1000 = 3000 ആണ്. നാലാമത്തെ സംഖ്യ വന്നിരിക്കുന്നത് 5379 ആണ്. ഇവിടെ 5379. ഇവിടെ 3 വന്നിരിക്കുന്നത് എവിടെയാണ്? 100ൻ്റെ അല്ലെങ്കിൽ 100ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ അതിൻ്റെ വില എത്രയാണ്? 3 × 100 അല്ലെങ്കിൽ 3 × 100 = 300 ആണ്, 300 ആണ്. Activity 3, subtract the number got by combining 43 hundreds and 57 tens from the number got by combining 8027 tens and 5 ones. എന്താണ്? 8000 27 10 8000s 27 tens 5 1 5 ones ചേർന്ന ഒരു സംഖ്യയിൽ നിന്നും 43 hundreds അതായത് 43 100 57 tens 57 10 ചേർന്ന സംഖ്യ കുറയ്ക്കുക. അപ്പോൾ സംഖ്യ എന്താണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. എന്താണ് നോക്കൂ? ആദ്യം 2 സംഖ്യ നമുക്ക് എഴുതാം. 43 hundreds 57 tens എന്ന് വെച്ചാൽ എത്രയാണ്? 43 hundreds എന്ന് പറയുമ്പോൾ 43 × 100 4300 ആണ്. 57 tens എന്ന് പറയുമ്പോൾ 57 × 10 570 ആണ്. അപ്പോൾ 4300 + 570 എത്രയാണ്? 4870 ആണ് സംഖ്യ. പിന്നെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 8000 എന്ന് പറയുമ്പോൾ 8 ×
8,000 ആണ്. 27 ടെൻസ്, 27 ഇൻറ്റു 10 270 ആണ്. 5 വൺസ് എന്ന് പറയുമ്പോൾ 5 തന്നെ. അപ്പോൾ 8,275 ആണ്. അതായത് 8,275 അല്ലേ. മലയാളം മീഡിയത്തെ കുട്ടികൾ 8000 എന്ന് പറയുമ്പോൾ 8 ഗുണിക്കണം 1000 8000. 27 10 എന്ന് പറയുമ്പോൾ 27 ഇൻറ്റു 10 എത്രയാണ്? 27 ഗുണിക്കണം 10 270. 5 1 എന്ന് പറയുമ്പോൾ 5 ഗുണിക്കണം 1 5. അപ്പം എല്ലാം കൂടെ കൂട്ടുമ്പോൾ 8000 കൂട്ടണം 270 കൂട്ടണം 5 8275. അതിൽ നിന്നും ഈ 4300ഉം 570ഉം 4870 കുറയ്ക്കണം. കുറയ്ക്കേണ്ടത് എങ്ങനെ നമുക്കൊക്കെ അറിയാലോ. ആദ്യം 5ൽ നിന്ന് 0 പോയാൽ 5, 7ൽ നിന്ന് 7 കുറച്ചാൽ 0, പിന്നെ 2ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല, അപ്പോൾ തൊട്ടപ്പുറത്തെ 8ൽ നിന്ന് നമ്മളൊന്ന് കടമെടുത്തു. 12ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 4 ആണ്. 8 ഉള്ളത് 7 ആയിട്ടുണ്ട്. 7 കുറയ്ക്കണം 4 3 ആണ്. അപ്പോൾ 3405 ഉത്തരം. Activity 4. Write all numbers from 9,999 to 10,100 which have 0 in the ones place. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ? 9,999 മുതൽ 10,100 വരെയുള്ള സംഖ്യകളിൽ വൺസിൻ്റെ പ്ലേസിൽ 0 വരുന്ന എത്ര സംഖ്യകളുണ്ട്, ഏതൊക്കെ നമ്പേഴ്സാണ് എന്നെഴുതി കൊടുക്കണം. എന്താണ് മലയാളം മീഡിയത്തിലെ മക്കൾക്ക് എങ്ങനെയാണ്? 9,999നും 10,100നും ഇടയിലുള്ളതും ഒന്നിൻ്റെ സ്ഥാനത്ത് 0 വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതുക. അപ്പോൾ എല്ലാ സംഖ്യകളും എഴുതണ്ട, ആകെ 9,999ൻ്റെയും 10,100ൻ്റെയും ഇടയിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് 0 വരുന്നതായിട്ടുള്ള സംഖ്യകൾ മാത്രം എഴുതി കൊടുക്കുക. ഏതൊക്കെയുണ്ട് മക്കളെ? 9,999 കഴിഞ്ഞാൽ ആദ്യം വരുന്ന സംഖ്യ ഏതായിരിക്കും? 10,000. 10,000ൽ വൺസിൻ്റെ പ്ലേസിൽ അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 0 അല്ലേ? 10,000 ഉണ്ട്. പിന്നെ 10,010 ഉണ്ട്, 10,020, 10,030, 10,040, 10,050, 10,060, 10,070, 10,080, 10,090, 10,100. മലയാളം മീഡിയത്തിൽ എങ്ങനെയാണ് അങ്ങനെ പറയാം? 10,000, 10,010, 10,020, 10,030, 10,040, 10,050, 10,060, 10,070, 10,080, 10,090, പിന്നെ 10,100. ഇത്രയും സംഖ്യകളുണ്ട് അല്ലേ? 11 സംഖ്യകളുണ്ട്. ഈ സംഖ്യകളിലൊക്കെ വൺസിൻ്റെ പ്ലേസിൽ അല്ലെങ്കിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് 0 ആണ് വന്നിട്ടുള്ളത്. Activity 5. The total train fare from Thiruvananthapuram to Ernakulam is 3,625 rupees. Since there is a concession for school children, only 2,000 rupees was paid. How much is the concession? എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രെയിനിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിലുള്ള ടിക്കറ്റ് ചാർജ് ആകെ 3,625 റുപ്പീസായി, അല്ലെങ്കിൽ 3,625 രൂപയായി. അതിൽ കുട്ടികൾക്ക് ഉള്ള ഇളവ് കുറച്ചാൽ 2,000 രൂപ മാത്രമാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇളവ് വന്ന രൂപ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ ആകെ കൊടുത്ത പൈസ അല്ലെങ്കിൽ ടോട്ടൽ പെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 3,625 റുപ്പീസാണ്. കുട്ടികൾക്കുള്ള ഇളവ് എത്രയാണ്? ടോട്ടൽ കൺസെഷൻ എന്ന് പറയുന്നത് 2,000 ആണ്. അപ്പോൾ ബാക്കി പണം എത്രയായിരിക്കും? ഈ 3,625ൽ നിന്ന് 2,000 മൈനസ് ചെയ്താൽ മതി. 3,625ൽ നിന്ന് 2,000 കുറച്ചാൽ ബാക്കി വന്ന ഇളവ് എത്ര രൂപയാണ് നമുക്ക് കിട്ടും അല്ലേ? ഇളവ് ഒഴിച്ചാലുള്ള സംഖ്യയാണ് 2,000. അപ്പോൾ ഇളവ് എത്രയാണെന്ന് കാണാൻ ഈ 3,625ൽ നിന്ന് 2,000 കുറയ്ക്കുക. വളരെ എളുപ്പമാണ്. സംഖ്യ 1,625 ആണ്. അതായത് കുട്ടികൾക്ക് കൊടുത്ത കൺസെഷൻ ഇളവ് എന്ന് പറയുന്നത് 1,625 രൂപയാണ്. 1,625 റുപ്പീസാണ്. ആക്ടിവിറ്റി 6 നോക്കൂ. 27 ചിൽഡ്രൻ ആർ സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ. ഒരു വരിയിൽ 27 കുട്ടികൾ നിൽക്കുന്നുണ്ട്. ദ വൺ ഇൻ ദ മിഡിൽ ഹാസ് ടിക്കറ്റ് നമ്പർ 4,068. നടുവിലുള്ള കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ 4,068 ആണ്. ദെൻ വാട്ട് ഈസ് ദ ടിക്കറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ? അങ്ങനെയാണെങ്കിൽ ഈ വരിയുടെ ആദ്യം നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്ര? ആൻഡ് ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻ ദ ലൈൻ. അതുപോലെ വരിയുടെ അവസാനം നിൽക്കുന്ന കുട്ടിയുടെയും ടിക്കറ്റ് നമ്പർ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ 27 കുട്ടികളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ? ഈ 27 കുട്ടികളിൽ നടുവിൽ നിൽക്കുന്ന കുട്ടി ഏതായിരിക്കും, എത്രാം നമ്പർ ആയിരിക്കും എന്ന് കണ്ടുപിടിക്കുക ആദ്യം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 27ൻ്റെ തൊട്ട് മുൻപുള്ള സംഖ്യയുടെ പകുതി നോക്കുക. അതായത് 27 നമുക്ക് പകുതിയാക്കാൻ കഴിയില്ലല്ലോ, 26നെ പകുതിയാക്കാം അല്ലേ? അപ്പോൾ 13 ആണ് 26ൻ്റെ പകുതി. 13 കുട്ടികൾ മുൻപും 13 കുട്ടികൾ ശേഷവും ഉണ്ടായിരിക്കും.
ഒരു കുട്ടി നടുവിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആകെ 27 കുട്ടികളാകില്ലേ? 13 കൂട്ടണം 13 26 +1 നടുവിലുള്ളൊരു കുട്ടി. അപ്പോൾ ആകെ 27 ആയില്ലേ? അങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ നമുക്ക് സംഖ്യകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം 4068 നടുവിലുള്ള കുട്ടിയുടെ നമ്പർ. അതിൻ്റെ മുൻപിലേക്ക് 13 കുട്ടികൾക്ക് നമ്പർ കൊടുക്കുക. അതായത് 4067, 4066, 4065, 4064, 4063, 4062, 4061, 4060, 4059, 4058, 4057, 4056, 4055. ആദ്യത്തെ കുട്ടിയുടെ നമ്പർ കിട്ടിയേ നമുക്ക്. 4055 ആദ്യത്തെ കുട്ടിയുടെ നമ്പർ. ഇനി 13 കുട്ടികൾ ഈ 4068 ശേഷവും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ വരുന്ന നമ്പറുകൾ 4069, 4070, 4071, 4072, 4073, 4074, 4075, 4076, 4077, 4078, 4079, 4080, 4081. അവസാനത്തെ കുട്ടിയുടെ നമ്പർ 4081. അപ്പോൾ മനസ്സിലായല്ലോ മക്കളെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ ചോദ്യ പേപ്പറുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്